പുതിയ വണ്ടിയുടെ നമ്മ ഫസ്റ്റ് ആയിട്ട് ഗിയറിട്ട് നിർത്തിയില്ലേ, ബാക്കോട്ട് ഇറങ്ങി പോകില്ല. കൈവിടാലും ഓട്ടോമാറ്റിക് അല്ലേ എല്ലാത്തിനും ഉണ്ട് പുതിയ മോഡൽ. ബാക്കോട്ട് പോകില്ല, ഇറങ്ങി പോകില്ല. മറ്റേത് ഇപ്പൊ ബാക്കോട്ട് ഇറങ്ങിയല്ല. എനിക്ക് ആ ക്ലച്ചിന്റെ പൊസിഷൻ കിട്ടില്ല. ഇറങ്ങൂല. പുതിയ വണ്ടി എല്ലാവരും കൂളായിട്ട് ഓടിക്കുന്നു. ഞാനിപ്പോഴും വിചാരിക്കട്ടെ കയറ്റത്തൊക്കെ വേണ്ടിട്ടേ അനങ്ങളില്ലടാ, ബാക്കിലോട്ട് ഒരു ഇഞ്ച് ഇറങ്ങണില്ലേ. നമ്മള് ചവിട്ടി ആഫളൊക്കെ ആക്കുമ്പോഴേക്കും ഒന്ന് ഇറങ്ങിയൊക്കെ വരുമല്ലോ. പക്ഷെ നമുക്ക് തോന്നാടെ കുറെ ഇറങ്ങി പോകണം. നമ്മ ഓടിക്കുമ്പോ പുറത്തുനിന്ന് നോക്കിയോ ഇറങ്ങണ്ട. അത് 3 സെക്കൻഡ് ഒക്കെ കഴിഞ്ഞാലേ ബാക്കോട്ട് വീല് ഇറങ്ങുള്ളൂ വണ്ടിയുടെ. അത് കഴിഞ്ഞിട്ട് നമ്മ നോക്കുമ്പോ ബാക്കോട്ട് ഇറങ്ങി പോകണമെന്ന് തോന്നുന്നു. ഒരു കാര്യമുണ്ട്, പക്ഷേ ഇതിന്റെ വണ്ടിയില്ലേ ഇതിനൊക്കെ ഭയങ്കര പാടാണ്ട ഈ ആഫിലൊക്കെ ഓടിച്ച് കയറണം. അയ്യോ, നേരത്തെ നമ്മൾ ആ സെക്കൻഡിലൊക്കെ കയറി പോരൂല, ഫസ്റ്റ് ഇട്ട് അയ്യോ അത് പണിയാണ്. എന്റെ വണ്ടിയുടെ ക്ലച്ച് ഇതിന്റെ പകുതി ചവിട്ടിയാൽ ക്ലച്ചാവും. ഇപ്പൊ ഇതിന്റെ ഇത്രയും കണത്തിൽ ചവിട്ടണ്ടേ അതുകൊണ്ട് എന്റെ പകുതി ഇത്രയും ചവിട്ടി കഴിഞ്ഞാൽ ക്ലച്ചാണ്. അപ്പൊ എനിക്ക് സുഖോട്ടിസം എടുത്തിട്ട് അങ്ങനെ പോകും. അങ്ങനെ കുറെ പരമായി. അപ്പൊ പല കമ്പനിക്ക് പല ടൈപ്പ് അല്ലേ. ഇത് ഒറ്റടിക്ക് പൊങ്ങണില്ല. അല്ല എന്റെ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു സെക്കൻഡ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ മൊത്തം പൊങ്ങി തനിയെ പോയിക്കോളും. അതുപോലെ ആ ഗ്ലാസ് ഒരു വേറെ വരുവാനുണ്ട്. അല്ലെങ്കിൽ ആ വാഷർ പോലത്തെ അല്ലെ വാഷർ ഉണ്ടാവും. ഡ്രൈവർ സീറ്റ് എപ്പോഴും ആ സൈഡായിരിക്കും പെട്ടെന്ന് കംപ്ലൈൻ്റ് ആണ് അല്ലേ. ഓരോന്നിനും ഓരോ മോട്ടറല്ലേ. മോട്ടറിന്റെ റെഡിയാണല്ലോ നമ്മള്. സ്റ്റിയറിംഗ് മോട്ടറുണ്ട്. സ്റ്റിയറിംഗില് ഈ ഓട്ടോമാറ്റിക്കലി വണ്ടി ഓടൂലേ, അതിനുവേണ്ടി മോട്ടർ വേറെ ഉണ്ട്. ബ്രേക്കിന് മോട്ടർ, എല്ലാത്തിനും മോട്ടർ. അതുണ്ട് നമ്മുടെ സ്റ്റിയറിംഗ് ഇല്ലേ. ഇതല്ലാണ്ട് ഈ വണ്ടി ഓട്ടോമാറ്റിക് നമുക്ക് കൈ പിടിക്കാണ്ട് ഓടുന്ന വണ്ടിയാണല്ലോ. ഓട്ടോമാറ്റിക് പാർക്കിംഗ് ഉള്ള വണ്ടി. അത് തനിയെ നമ്മൊന്നും ചെയ്യാണ്ടല്ലോ, തനിയെ വണ്ടി പാർക്കാണ്. ഇങ്ങനെയുള്ള മരങ്ങി ആക്സിഡന്റ് ഓട്ടയ്ക്ക് ഇത് കയറി അങ്ങ് ഒറ്റയ്ക്ക് കയറിപ്പോട്ട് കാര്യമില്ല. ഒരു വണ്ടി ഒരു പിടിച്ചമാരാണ് ഈ ഇങ്ങനത്തെ ഓടിക്കൊണ്ട് ഓട്ടയ്ക്ക് ഇടല്ല. അവിടെ നിന്ന് വേറെ വണ്ടി അതുപോലെ തന്നെ വന്നു കഴിഞ്ഞാൽ ഇടി കഴിഞ്ഞു പരിപാടി. ആവശ്യമില്ല. ചെറിയ എന്തിനാണ് ഈ ആക്രാന്തം പിടിച്ചോളൂ. ഈ ആവശ്യം ഇങ്ങനത്തെ ചെറിയ ഇതൊക്കെ ഇങ്ങനെ പോവാം, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞാണ് ഈ പേ പിടിച്ചമാരാണ് ഇങ്ങനെ പോയി ചാവണം. ഇത്ര വണ്ടിയാണ് പിടിച്ച് കൊണ്ടുപോകണമെങ്കിൽ പോകണമെന്നറിയാം. ഓട്ടോയ്ക്കാണ് കാര്യമില്ല ഇങ്ങനത്തെ റോഡിൽ പോകാൻ പാടാണ്. പിന്നെ ചിലപ്പോൾ നമ്മൾ പകുതിക്ക് എത്തുമ്പോഴേക്കും അവിടെ നിന്ന് വേറെ വണ്ടി അതേപോലത്തെ വലിവുള്ള വണ്ടിയായിരിക്കും. കൊടുക്കുമെന്ന് കയറുമെന്ന് ഉറപ്പാണ്. അല്ല വണ്ടി ചിലപ്പോൾ അവൻ അവിടെ നിന്ന് കയറി ഉഷാറായിട്ട് ഒത്തിരി വണ്ടിയായിരിക്കും. നമ്മൾ ഇവിടെ നിന്ന് പകുതിക്ക് വന്ന് പെട്ടു അപ്പം വന്ന് കയറും. ആയിക്കോട്ടെ അതാണ് ഈ പ്രശ്നം. ഈ ഓട്ടയ്ക്ക് നമ്മളാണ് ആക്സിഡന്റ് കാണാൻ പറ്റുള്ള കളമശ്ശേരി ഒതുക്കിയിട്ട് വണ്ടി ഓടിക്കാൻ പറ്റില്ല. മഴയെന്ന് പറഞ്ഞാൽ കൊടും മഴ, ഒന്നും കാണാൻ പറ്റില്ല. മൊത്തം ഒരു പുക. നേരല്ലേ ഈ സൈഡ് കാണാനല്ലോ. സൈഡ് കാണാതെ വെറുതെ മറിക്കുന്നത്. ഈ ഹൈവേ അല്ലേ, ഇനി കുഴപ്പമില്ല. ഇത് കാച്ചെടുക്കണ്ടായിരുന്നു. AC ഓഫീസോ സൈഡ് കാണാമല്ലോ. ആ വഴിയിലൊക്കെ
കാണാൻ പറ്റുന്ന ഉണ്ടാവില്ല, ഒന്നും കാണാനല്ല. ഇത്രയും ഇവിടുന്ന് ഇങ്ങാട് കാണുന്നുണ്ട്, അവിടെ അങ്ങാടൊന്നും കാണാനല്ല. ലൈറ്റ് ഇപ്പൊ കാറ് വരാൻ ലൈറ്റ് അടിക്കാൻ നേരത്ത് ചെറിയൊരു മഞ്ഞ ലൈറ്റ് മൊത്തം കാണാം. ഈ പറഞ്ഞ സാധനം ടൈപ്പ് ഇട്ടുണ്ടല്ലേ? ലൈറ്റ് മാറ്റണം, വൈസറും മാറ്റണം, ഈ ഗ്ലാസിന്റെ സാധനം ചെയ്യാമല്ലോ. ഹെഡ്ലൈറ്റ് ആ മഞ്ഞേക്കൊണ്ടാണ് അത്രയും ഈ മറ്റേ സാധാ ബൾബാണ്, പറഞ്ഞ ബൾബില്ലേ, ബൾബ് മാറ്റി തരും. അത് ഈ 100 ബൾബാണ്. അല്ല ഇത് കൂടിയ ബൾബ് LED അല്ലാതെ കൂടിയ ബൾബ് ഇട്ടാൽ മതിയാ? ഇല്ലല്ലേ, LED തന്നെ ഉള്ളു. ഹെഡ്ലൈറ്റിന് 3500 രൂപ. 3500 ഹെഡ്ലൈറ്റ് സെറ്റ് ലൈറ്റ്. വലിയ പണമാറ് ലൈറ്റാണ് 5000 രൂപ. എൻ്റെ 5000 രൂപ സാധനമാണ്, കമ്പനി സാധനമാണ്. വാറണ്ടി ഉണ്ടെന്ന് തോന്നുന്നു. ഇടപ്പള്ളി കൊച്ചി ആലുവ. എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ ചെറുതാത്തിട്ട് ഓടിക്കുമ്പോൾ അറിയാൻ പറ്റും. ഒച്ചപ്പാടൊക്കെ സൗണ്ടല്ലേ? അതൊന്നും മഞ്ഞില്ല, വേറെ സൗണ്ടൊന്നുമില്ല. ചാടും വട്ടം ചാടി. ഇവിടെയൊക്കെ എപ്പോഴും നോക്കണം. അല്ല ഈ ക്രോസ് ചെയ്യണവരെ എപ്പോഴും വളരെ വെടിപ്പ് ആ വന്ന വളവില്ലേ ഇടങ്ങാനാണ് എല്ലാവരും കാലോടുന്നത്. നേരെ നമ്മളെ കുഴിയോളം റോഡിൽ കൂടെ ഓടിച്ചിട്ട് വലിയ വേറെ സൗണ്ടൊന്നും വന്നില്ല. ഈ ചെറിയ ഇങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ഇപ്പോഴാണല്ലോ ചെയ്തത്, മഴയുടെ എക്സ്പീരിയൻസ് കൊണ്ടായിരുന്നു. മൂന്നാറൊക്കെ പോകാൻ പറ്റിയ കൊണ്ട് പണി ഓടെ പണ്ടാറൊക്കെ വന്ന് തീണ്ട വേണ്ടിയിട്ടുണ്ടല്ലോ. ഇഞ്ചലുണ്ടല്ലേ? അതിൻ്റെ ഹെഡ്ലൈറ്റ് തന്നെ ഉണ്ട്. അതുമ്പോൾ തന്നെ ഒരു പ്രാവശ്യം ഇട്ട് ഞാൻ മഞ്ഞ കത്തും. പിന്നെ ഓഫീസ് ആ റൈറ്റാ. അപ്പൊ അത് അതിന്റെ ലൈറ്റ് നീ അങ്ങനത്തെ വലിച്ചു വെച്ചാണോ? മഞ്ഞയും വരും. അപ്പൊ അതിനെത്ര ബൾബിന്? 5000 ഒരു ബൾബിനാ?